തൽക്കാലം ഞാൻ പറഞ്ഞോളൊന്ന് കേൾക്ക്. നീ എന്തെങ്കിലും പറ. ആദ്യം എല്ലാവരും അകത്ത് കയറിക്കേ. എന്തിന്? എന്നിട്ട് കഥ കടക്കി. അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക്. ആദ്യം ആത്മരക്ഷ. നാട് നിറച്ച് കള്ളന്മാരാ. എന്താ ചെയ്യാ? ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. നോക്കൂ എത്ര പെട്ടെന്നാണ് വീഴുന്നത് എന്ന്. നിനക്ക് മാപ്പില്ല കുറുപ്പേ. നീ എന്നെ ചതിച്ചു, ഈ നാട്ടുകാരെ മുഴുവൻ ചതിച്ചു. അതൊന്ന് കാറ്റടിച്ചാൽ പറന്നു പോകുന്നതാണ് ഈ ക്യൂ മാനേജരും ഈ നീല റിബണും. അതാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് പുലിവാലാവുമെന്നാ തോന്നുന്നത്. ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും എത്ര നാൾ ജീവിക്കും? ഇതാ നമ്മളിപ്പോ രാജാക്കന്മാരെ പോലെയല്ലേ ജീവിക്കുന്നത്. ഒരു 7-8 കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടുവാ. എവിടുന്ന് കിട്ടുന്നു കാശ്? നിഘോഷ മൃദംഗാവിഷന്റെ ആരാണ്? മൃദംഗാവിഷൻ മാനേജിംഗ് ഡയറക്ടറാണ്. എന്താ പണി? പണിയൊന്നും ഇല്ലാത്ത പണിക്കരാ. ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. ഗിന്നസ് റെക്കോർഡ് ഇവർ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ വ്യക്തികളുടെ പേരുണ്ടായിരുന്നു. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്, പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി. ഈ പറയുന്ന ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് ഈ മൃദംഗ വിഷനാണ് ലഭിച്ചിരിക്കുന്നത്, കേരളത്തിനല്ല. ഈ മൂരാച്ചികളെയൊക്കെ വിറ്റ് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? നീയേ ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവർ അങ്ങ് വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. ഉമാ തോമസിന്റെ അപകടത്തിൽ നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. ഇത് കൂടാതെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. രണ്ടാമത്തെ എഫ്ഐആർ ഈ നടി ദിവ്യ ഉണ്ണിയിലേക്ക് കുറച്ചുകൂടി അടുത്തെത്തുന്ന രീതിയിലുള്ള ഒരു എഫ്ഐആർ കൂടിയാണ്. ഇത് നമ്മുടെ കൊലച്ചോറായിരിക്കുമെന്ന് എന്റെ പേടി. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി. ഗിന്നസ് റെക്കോർഡ് സ്ഥാപനത്തിനാണ് കിട്ടിയത്. ഈ പൈസ കൊടുത്ത് ഡാൻസ് ചെയ്ത കുട്ടികളുടെ ആരുടെയും പേര് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ ഉണ്ടാവില്ലല്ലോ. ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ കിട്ടിയില്ലേ? മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാ ടീച്ചേഴ്സിനും 900 രൂപ വെച്ചിട്ട് അവരൊരു കണ്ടസ്റ്റൻസിന് എന്റെ കാര്യത്തിന്റെ വകുപ്പുണ്ടോ നോക്ക്. നുള്ളിപ്പെറുക്കി അവർ 500 രൂപ കാണും. ഇല്ല, അതിപ്പോ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ഇതേപോലെ ഒരു ഫംഗ്ഷൻ വെച്ച് അത് അവരുടെ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ കൊടുത്തത്. ഒടിയന്റെ അടുത്ത് വേണോ ശിഷ്യ മായം? നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എല്ലാ പേരൻസിനെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അയ്യോ, അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. അവരെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേരിൽ തന്നെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കുന്നത്. സത്യം മാത്രമേ ഞാൻ പറയൂ. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ളൊരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. നൃത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങും. ഞാൻ ജിപ്പിക്കാരാൻ വേണ്ടി ഓടിയല്ലേ?